നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പണം കൈ കിട്ടിയാ പിന്നെ സിനിമയില്ല, ഇവളുടെ പിന്നിലുള്ള നടത്തവുമില്ല. എവിടെയെങ്കിലും പോയി കുറച്ചു കാലം ഒന്ന് സൂഹിക്കണം, ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാം. അപ്പൊ പ്രിയങ്ക, വരുൺ താലി കെട്ടിയ പെണ്ണ് തന്നെ കർമ്മം ചെയ്യണം. അവളത് കൃത്യമായി ചെയ്യുന്നുണ്ട്. രാധികയുടെ പ്രാർത്ഥന എന്റെ മോനോടൊപ്പം ഉണ്ട്. അവനൊന്നും സംഭവിക്കില്ല. ഷൂട്ടിംഗ് തുടങ്ങാതെ പ്രിയങ്കയുടെ കയ്യിൽ നിന്നും പണം കിട്ടില്ല. എത്രയും പെട്ടെന്ന് കമ്പനി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഷൂട്ടിംഗ് അതെങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന്? പൂർത്തിയാക്കാനുള്ള പ്രോജക്റ്റ് ഒന്നും അല്ലല്ലോ ജോൺസാ. 1-2 ദിവസം ഷൂട്ടിംഗ്, അതിനിടയിൽ അവളുടെ കയ്യിൽ നിന്നും പണം അടിച്ചു മാറ്റണം. പിന്നെ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ നമുക്കെന്താ? കുറച്ച് റിസ്ക് ഉണ്ട്. 5 കോടി രൂപയുണ്ട് അവളുടെ കയ്യിൽ. ഒരു റിസ്കും ഇല്ലാതെ അത്രയും പണം കിട്ടുന്ന വേറെ എന്തെങ്കിലും പണി അന്വേഷിക്കാൻ അറിയോ? നിങ്ങൾ പേപ്പേഴ്സ് റെഡിയാക്കി വെക്കേ. കമ്പനി അക്കൗണ്ടിലെ പണം എനിക്കും അവൾക്കും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കണം. അവളെ കൊണ്ട് അത് എഴുതി ഒപ്പിടിച്ച് വാങ്ങിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ പിന്നെ ഡയറക്ടറെ, നിങ്ങൾ ഏതോ ഒരു ജോൽസിന്റെ കാര്യം പറഞ്ഞില്ലേ? എന്തായിരുന്നു പേര്? തട്ടിപ്പിനാണെങ്കിലും ഓർക്കേണ്ടതൊക്കെ ഓർത്ത് വെക്കണ്ടേ? ദേവമംഗലം ബാലൻ തിരുമേനി. നാട്ടുകാരോട് പറഞ്ഞ് അയാളുടേതെന്ന് പറഞ്ഞ് ഒരു കുറിമാനം എഴുതി വായിച്ചോ. അതുകൂടി കാണുമ്പോൾ അവള് വിശ്വസിച്ചോളൂ. എന്നിട്ട് ഇന്നോ നാളെ തന്നെ നമുക്ക് ഷൂട്ടിംഗ് ആരംഭിക്കണം. അതെങ്ങനെയാ? അതിനാ നിങ്ങളുടെ ഈ ദേവമംഗലം ബാലൻ തിരുമേനി. അദ്ദേഹം പറഞ്ഞെന്ന് പറയണം. പണം കൈ കിട്ടിയാ പിന്നെ സിനിമയില്ല, ഇവളുടെ പിന്നിലുള്ള നടത്തവുമില്ല. എവിടെയെങ്കിലും പോയി കുറച്ചു കാലം ഒന്ന് സൂഹിക്കണം, ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാം. അപ്പൊ പ്രിയങ്ക, ഈ നഗരത്തിൽ ഒരുപാട് ലോഡ്ജുകള് സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കി നഷ്ടപ്പെട്ട ആളുകള് പട്ടിണിയും പരിവട്ടമായി കഴിയുന്നുണ്ട്. അവളും അതിലങ്ങ് ചേർന്നോളൂ. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോളൂ. അടുത്തില്ലാത്തതുകൊണ്ട് നമുക്ക് പേപ്പറിൽ വായിക്കാം. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ ശരത്തെ? അതെ, ശത്രുവിനെ നമുക്ക് ചതിക്കാൻ പറ്റില്ലല്ലോ. ഫ്രണ്ട്സ് ആക്കാനാ എളുപ്പം.
നാളെയാണ് പൂജയുടെ അവസാന ദിവസം അല്ലേ ചാ? ഉം. പൂജയും ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ ഭഗവാൻ തന്നെ നേരിട്ട് ഇറങ്ങി വരുമോ വരുണിനെ രക്ഷിക്കാൻ? ഇല്ല, ഭഗവാൻ വരുണിനെ രക്ഷിക്കില്ല. പ്രിയങ്ക നേരെ ചൊവ്വേ ചടങ്ങ് പൂർത്തിയാക്കിയാലല്ലേ വരുണിന് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കൂ. അതുണ്ടാവില്ല. ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന വ്രതം ഇന്നലെ അവളെ കൊണ്ട് കൽപ്പന തെറ്റിച്ചു. ഇന്നിപ്പോ എന്താ ചെയ്തിരിക്കുന്നതെന്നറിയോ? എന്താ? രാവിലെ അവളെ എഴുന്നേറ്റ് ഈറൻ അണിഞ്ഞു നിന്ന് സൂര്യ നമസ്കാരം നടത്തി. അതും കഴിഞ്ഞ് പൂജാമുറിയിൽ നിന്ന് വിശദമായ പ്രാർത്ഥന. എന്നിട്ടിപ്പോ പ്രിയങ്ക ഇരിക്കുന്നതേ കൽപ്പനയുടെ മുറിയില്ല. അതെന്തിന്? ചിക്കൻ കഴിക്കാൻ. കൽപ്പന രഹസ്യമായിട്ട് വാങ്ങിപ്പിച്ചതാ, വ്രതം എടുക്കുന്നവളെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ. പ്രിയങ്ക അത് കഴിച്ചു തുടങ്ങുകയും ചെയ്തു. ഇനിയിപ്പൊ എന്തായാലും പൂജയ്ക്ക് ഫലം ഉണ്ടാവില്ല. അത് നന്നായി. പൂജാവിധികളിൽ തെറ്റിയതാൽ ദൈവം ശിക്ഷിക്കില്ലേ? പിന്നെ അതിൽ സംശയമില്ല. അപ്പൊ കുടുംബക്ഷേത്രത്തിൽ ഒരു രാത്രി മുഴുവൻ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോ അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലും അതിന്റെ പഴി ദൈവത്തിനെ കേൾക്കൂ, അല്ലേ? ചന്ദ്രൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.